ഹലോ ഫ്രണ്ട്സ്, ഇതെന്താണെന്ന് മനസ്സിലായോ? വെള്ളരിക്കേൻ്റെ പച്ചടിയാട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വെള്ളരിക്ക പച്ചടി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഉത്രാട ദിന ആശംസകൾ നേരുന്നു. ഹാപ്പി ഓണം. ഞാനൊരു അര കഷ്ണം വെള്ളരിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ, അരമുറി വെള്ളരിക്ക. അത് നല്ലപോലെ ചെറുതാക്കി ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെള്ളം, അത് മതി. അപ്പോൾ ഈ വെള്ളരിക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി മാത്രം, ഒരുപാട് വേവിക്കണ്ട. പച്ചടി ആയതുകൊണ്ട് നമ്മൾ പച്ചയ്ക്ക് തന്നെ ആണ് നമ്മളിത് ആക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ആ വെള്ളത്തിൽ കിടന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുക്കായി വരണം. ജസ്റ്റ് ഒന്ന് ട്രാൻസ്പെറൻ്റ് ആവണം. അതായത് ഈ കളറൊന്ന് മാറിയിട്ട് ട്രാൻസ്പെറൻറ്റ് കളറായിട്ട് വരും നമ്മുടെ വെള്ളരിക്ക. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇത്. അപ്പോൾ അടച്ചു വയ്ക്കുമ്പോൾ ഒന്നും കൂടെ വെള്ളം ഇറങ്ങും. അപ്പോൾ അത് കാരണമാണ് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് റെഡിയാക്കി എടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ നാളികേരം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു കഷ്ണത്തിന് വേണ്ട ഉപ്പ് നമുക്ക് ഇപ്പം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഒരു അര കപ്പ് നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ തൈര്, കട്ട തൈര്, പുളിയില്ലാത്ത തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്. അപ്പൊ ഇത്രയും ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ. അതിനുശേഷമാണ് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ഈ ഒരു നാളികേരത്തിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കുന്നത്. വെറുതെ ഒന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഒരുപാട് അരയ്ക്കരുത്. അപ്പൊ ഞാൻ എൻ്റെ വെള്ളരിക്ക നോക്കിയപ്പോൾ എന്താ ഒരു ട്രാൻസ്പെറൻ്റ് ആവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ അത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് നമ്മുടെ വെള്ളരിക്ക. അപ്പൊ ഇനി ഇതിലേക്ക് ആ നാളികേരം അരച്ചത് ചേർത്ത് കൊടുക്കണം. അപ്പൊ ഈ പച്ചടിയത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ കടുക് ചതയ്ക്കുന്നത്. അപ്പൊ അത് കടുക് ഒരുപാട് അരച്ചെടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചതയാനേ പാടുള്ളൂ കേട്ടോ. അപ്പൊ ആ നാളികേരം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണേ. അപ്പൊ ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ നാളികേരത്തിന്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നമ്മളിത് ചൂടാക്കി എടുക്കണം. ഒരുപാടായിട്ട് കുക്കാവണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ നാളികേരത്തിന്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഈ നാളികേരത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നാളികേരം ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് അത്. അപ്പൊ ഇതാ എൻ്റെ പച്ചടി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പച്ചമുളകൊക്കെ മാറി നാളികേരത്തിന്റെ. ഇനി ഇത് നമുക്ക് വറവിടാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, പിന്നെ നമുക്ക് വറ്റൽമുളക്, കറിവേപ്പില, ഇത്ര ഇട്ടിട്ട് നമുക്ക് ഇത് നമ്മളെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് വറ്റൽമുളകും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നമ്മുടെ പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ കോക്കനട്ട് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണ കറീൻ്റെ എല്ലാ ഭാഗത്തും എത്തണം, അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു
വിഭവമാണ് നമ്മുടെ പച്ചടി. ഏത് പച്ചടിയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. അപ്പോൾ വെള്ളരിക്ക പച്ചടിയാണ് അതിൽ ഏറ്റവും ഈസി ആയിട്ടും എല്ലാവരും ചെയ്യുന്നതും ഒക്കെ ഇതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാലും ഇതുപോലെയാണോ നിങ്ങളൊക്കെ ചെയ്യുന്നതെന്നെങ്കിലും ഒന്ന് പറഞ്ഞു തരൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഹാപ്പി ഓണം. ബൈ.